ഈശോയുടെ പീഡാസഹനത്തെ പ്രാർത്ഥനാപൂർവ്വം അനുസ്മരിച്ചു പോന്ന പാരമ്പര്യത്തിൽ നിന്നാണ് കുരിശിൻ്റെ വഴിയുടെ ആരംഭം. 16-ാം നൂറ്റാണ്ട് മുതൽ പൊതുവെ സ്വീകാര്യമായിരുന്ന കുരിശിൻ്റെ വഴിക്ക് 1731 ക്ലെമന്റ് 12 മാർപ്പാപ്പ അംഗീകാരം നൽകിയതോടെ പ്രചാരം സിദ്ധിച്ചു. ജെറൂസലേമിലെ വിയ ഡൊളറോസായിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കുരിശിൻ്റെ വഴിയുടെ സ്ഥലങ്ങളാണ് ഇന്നും ലോകമെങ്ങും പ്രചാരത്തിലിരിക്കുന്നത്. എന്നാൽ ഈ കുരിശിൻ്റെ വഴിയിലെ പല സ്ഥലങ്ങളും ബൈബിൾ അധിഷ്ഠിതമല്ല. ഈശോ കുരിശും വഹിച്ചുകൊണ്ട് ഗാഗുൽത്താമലയിലേക്കുള്ള തൻ്റെ യാത്രയിൽ 3 പ്രാവശ്യം കമിഴ്ന്ന് വീഴുന്നതും മാർഗമധ്യേ വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നതുമെല്ലാം കുരിശിൻ്റെ വഴിയിലെ സ്ഥലങ്ങളായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ബൈബിളിൽ യാതൊരുവിധ പരാമർശങ്ങളുമില്ല. പ്രാദേശിക പാരമ്പര്യങ്ങളിൽ നിന്നും ഉടലെടുത്തിട്ടുള്ളവയാണ് ഇതെല്ലാം. നിലവിലുള്ള കുരിശിൻ്റെ വഴിയിൽ 14 സ്ഥലങ്ങളിൽ ബൈബിൾ അധിഷ്ഠിതമല്ലാത്ത 6 സ്ഥലങ്ങൾക്ക് പകരം മറ്റ് 6 സ്ഥലങ്ങൾ കൂട്ടിച്ചേർത്ത് ആദ്യമായി വത്തിക്കാനിൽ കുരിശിൻ്റെ വഴി അർപ്പിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വത്തിക്കാനിൽ അനുഷ്ഠിച്ച കുരിശിൻ്റെ വഴിയെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന നടത്തിയ ഈശോയുടെ ഉത്ഥാനവും സ്വർഗാരോഹണവും ഉൾപ്പെടുത്തി 16 സ്ഥലങ്ങളിലായിട്ടാണ് അതിരമ്പുഴ പള്ളിയിൽ ബൈബിൾ അധിഷ്ഠിതമായ കുരിശിൻ്റെ വഴിയുടെ ശില്പാവിഷ്കാരം നിർവഹിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട വസ്തുതയാണ്. പ്രാർത്ഥനാപൂർവം ഈ ആത്മീയ യാത്രയിൽ പങ്കുചേരുന്നതിന് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ലാൻ കൽപ്പിച്ച നായക, നിന്റെ വ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ, നിന്റെ വ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹിതനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്താ വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു.
സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഗെത്സമേൻ തോട്ടം തന്നിൽ രക്ഷകൻ മുട്ടിന്മേൽ വീണു കേണു. സഹനത്തിൻ പാനപാത്രം താതാ നിൻ ഹിതമെങ്കിൽ നിറവേറട്ടെ. ഒന്നാം സ്ഥലം. ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും എന്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. തിരുവത്താഴത്തിന് ശേഷം ഈശോ ഗെത്സമൻ തോട്ടത്തിലേക്ക് യാത്രയാകുന്നു. ഒപ്പം ശിഷ്യന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനും മാത്രം. മരണം വിളിപ്പാടകലെ എത്തി നിൽക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഏതൊരു മനുഷ്യനെയും പോലെ ഈശോയും അതിതീവ്രമായ ആന്തരിക സംഘർഷങ്ങൾക്ക് വിധേയനായി ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി നിലത്ത് മുട്ടുകുത്തി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകറ്റിത്തരണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ തിരുഹിതം നിറവേറട്ടെ. നെഞ്ചു തകർന്നുള്ള പ്രാർത്ഥനയുടെ പാരമ്യത്തിൽ അവിടുത്തെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് രക്തത്തുള്ളികളായി ഇറ്റിറ്റു വീഴുന്നു. വിവരിക്കാനാവാത്ത ആന്തരിക വ്യഥകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവിക പദ്ധതിയുടെ നിർവഹണത്തിനായി ഈശോ സ്വയം സമർപ്പിക്കുന്നു. വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ താൻ നിശ്ചയമായും നേരിടേണ്ടി വരുന്ന സഹനാനുഭവങ്ങൾ മനസ്സിൽ തിങ്ങി നിറയുമ്പോഴും അവിടുന്ന് പതറുന്നില്ല. ഭീരുത്വത്തിന്റെയോ നിരാശയുടെയോ പ്രതീകമായല്ല, വർദ്ധിത ധൈര്യത്തിന്റെയും ദൈവാശ്രയബോധത്തിന്റെയും ഉജ്ജ്വല സാക്ഷ്യമായാണ് ഈശോ ഗെത്സമേനിൽ നിലകൊള്ളുന്നത്. സ്നേഹനാഥ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാൽ ഞങ്ങൾ ആകുലപ്പെടാറുണ്ട്. ഒപ്പം ആരുമില്ലാതെ ഒറ്റയ്ക്ക് സഹനങ്ങളെ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും നിരാശയിൽ വീഴാറുണ്ട്. ദൈനംദിന ജീവിതാനുഭവങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്
സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ലോകത്തിൻ പാപഭാരം താങ്ങിടും ദൈവത്തിൻ കുഞ്ഞാടിതാ, ബന്ധിതനായിടുന്നു 30 വെള്ളിക്കാശിൻ വിലയായി. ചുംബനത്താലെ ഒറ്റിക്കൊടുത്തിടാൻ യൂദാസണഞ്ഞ നേരം അലിവോടെ ഈശോയൊന്നവനെ കടാക്ഷിച്ചു സ്നേഹിത എന്നു ചൊല്ലി. കുരിശിന്റെ മാർഗത്തിൽ ക്ഷമയോടെ നീങ്ങിടാൻ ബലമേകണേ സ്നേഹനാഥ. കുരിശിന്റെ മാർഗത്തിൽ ക്ഷമയോടെ നീങ്ങിടാൻ ബലമേകണേ സ്നേഹനാഥ. രണ്ടാം സ്ഥലം. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. യൂദാസ് പെട്ടെന്ന് ഈശോയുടെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. ഈശോ അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? ഗെത്സമേനിലെ ഒലിവുമരങ്ങൾക്കിടയിൽ പ്രാർത്ഥനാപൂർവം നിലകൊള്ളുന്ന ഈശോ രാത്രിയുടെ ഏകാന്തതയെയും നിശബ്ദതയെയും വഞ്ചിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ അവിടുത്തെ സമീപമെത്തി. ഈശോ നോക്കിയപ്പോൾ ഒരു അവ്യക്ത ചിത്രം പോലെ മുമ്പിലതാ യൂദാസ്. തൊട്ടു മുൻപ് തന്റെ കയ്യിൽ നിന്നും അപ്പം വാങ്ങി ഭക്ഷിച്ചവൻ. അവനാണ് 30 വെള്ളിക്കാശിന് തന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത്. മനസ്സിൽ ധനാർത്തി പെരുകിയപ്പോൾ സ്നേഹം പങ്കുവെച്ചു നൽകിയ കാരുണ്യമൂർത്തിയെ തിരിച്ചറിയാൻ മാത്രം വെളിച്ചം അവന്റെ കണ്ണുകൾക്കില്ലാതെ പോയി. ചുംബിക്കാൻ അടുത്തെത്തിയ യൂദാസിനോട് ഈശോ ചോദിക്കുന്നു, സ്നേഹിത, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടൊറ്റിക്കൊടുക്കുവാൻ പോവുകയാണോ? തണുത്തുറഞ്ഞ സാന്നിധ്യം മാത്രമായി നിലകൊണ്ട യൂദാസ് മറുപടിയൊന്നും പറഞ്ഞില്ല. അവിടുന്ന് തുടരുന്നു, ഒരു കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളുകളും വടികളുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ബന്ധിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്. അന്ധകാരത്തിന്റെ ആധിപത്യവും പ്രതിരോധത്തിന് ശ്രമിക്കുന്ന ശിഷ്യന്മാരെ ഈശോ തടയുന്നു. അന്ധകാരത്തിന്റെ ആധിപത്യം താൽക്കാലികമാണെന്ന് അവിടത്തേക്കറിയാം. രാത്രി പ്രഭാതത്തിന് വഴിമാറും. അന്ധകാരം വെളിച്ചത്തിലേക്ക് മിഴി തുറക്കും. ഒറ്റിക്കൊടുക്കുന്ന പാപിക്ക് പോലും മാനസാന്തരത്തിന്റെ അവസരം മുന്നിൽ കാത്തു നിൽപ്പുണ്ട്.
ഒറ്റിക്കൊടുത്തവനെ പോലും സ്നേഹിത എന്ന് വിളിച്ച ഈശോനാഥ, താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഞങ്ങൾ പലപ്പോഴും നിന്നെ മറന്നു കളയാറുണ്ട്. അപ്പോഴെല്ലാം കരുണാർദ്രമായ ഹൃദയത്തോടെ സ്നേഹം പങ്കുവച്ചു നൽകാൻ ഞങ്ങളുടെ പക്കലണയുന്ന അങ്ങയെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം. ഈശോയെ കയ്യാപ്പാസന്റെ അടുക്കൽ ഹാജരാക്കുന്നു. ഈശോമിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അവർ ഈശോയെ ബന്ധിച്ച് പ്രധാനാചാര്യനായ കയ്യാപ്പാസന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്ന ദുഃഖവെള്ളിയാഴ്ചയിലെ പ്രഭാതം. യഹൂദരുടെ പരമോന്നത നീതിപീഠമായ സാൻഹെദ്രീനിലെ 71 അംഗങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നു. അവരുടെ നടുവിൽ അക്ഷോഭ്യനായി അതാ ഈശോ നിൽക്കുന്നു. മതവിചാരണ ആയതിനാലാണ് ഈശോയെ അവർ സംഘത്തിന് മുന്നിലെത്തിച്ചത്. മതവിചാരകർ ഈശോയോട് ചോദിക്കുന്നു, നീ മിശിഹായാണോ? ഈശോയുടെ മറുപടി ഒരു പ്രസ്താവനയായിരുന്നു. ഞാനത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല. മുൻവിധിയോടെയും പ്രതികാരദാഹത്തോടെയും ഇരിക്കുന്ന ആ ന്യായാധിപന്മാർ സത്യം തിരിച്ചറിഞ്ഞാലും അംഗീകരിക്കുകയില്ലെന്ന് ഈശോയ്ക്കറിയാമായിരുന്നു. കയ്യാഫാസ് അവനോട് ചോദിച്ചു, നീ ദൈവപുത്രനായ മിശിഹായാണോ എന്ന് ഞങ്ങളോട് പറയുക. ഈശോ അവനോട് പറഞ്ഞു, നീ പറഞ്ഞുവല്ലോ. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും.
അപ്പോൾ പ്രധാന പുരോഹിതൻ മേലങ്കി കീറിക്കൊണ്ട് പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം? അവൻ മരണത്തിനർഹനാണെന്ന് ജനം പ്രതിവചിച്ചു. ഈശോയാകട്ടെ മാമോദീസായിൽ ജോർദാനിലും താബോർ മലയിലും തന്നെക്കുറിച്ച് വെളിപ്പെടുത്തപ്പെട്ട ദൈവരഹസ്യം ആവർത്തിക്കുകയായിരുന്നു. അംഗങ്ങൾ ഉടൻ പറഞ്ഞു, ഇതിൽ കൂടുതൽ എന്ത് സാക്ഷ്യമാണ് നമുക്ക് വേണ്ടത്? ദൈവദൂഷണം അവന്റെ നാവിൽ നിന്ന് തന്നെ നാം കേട്ടിരിക്കുന്നു. വിധി പ്രസ്താവത്തിന്റെ തുടർ നടപടികളിലേക്ക് അവർ കടന്നു. ലോകത്തിന്റെ വിധിയാളനായ ദൈവത്തിന്റെ പുത്രൻ കേവലം മനുഷ്യരുടെ വിധി പ്രസ്താവത്തിന് കാതോർത്തു നിൽക്കുന്നു. വിധിയാളരുടെ മുന്നിൽ നിശബ്ദം നിന്ന ഈശോയെ, എന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഞാനും പലരെയും വിധിക്കാറുണ്ട്. എന്റെ അകൃത്യങ്ങൾക്ക് നേരെ കണ്ണടച്ചിട്ടാണ് പലപ്പോഴും ഇത്തരം വിധി പ്രസ്താവങ്ങൾ ഞാൻ നടത്തുന്നത്. സ്വന്തം അയോഗ്യതകൾ മനസ്സിലാക്കി മറ്റുള്ളവരെ അവരുടെ കുറവുകളോടെ അംഗീകരിക്കാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഗാത്രവുമായി രക്ഷകൻ പീഡകർ തൻ നടുവിൽ ശീതമകറ്റിടുവാൻ ശിമയോനദി ദൂരത്തായി തീ കായുന്നു. കൂവും മുമ്പ് 3 പ്രാവശ്യം നീ തള്ളിപ്പറയുമെന്നെ. കുരിശോളം വളരുന്ന ഗുരുസ്നേഹമോർത്തപ്പോൾ ഉള്ളുരുകി കേണു ശിഷ്യൻ. മരണത്തിൻ നിഴൽ വീണ താഴ്വരയിൽ അലയുമ്പോൾ കൈത്തലം നീട്ടണേ നാഥ. മരണത്തിൻ നിഴൽ വീണ താഴ്വരയിൽ അലയുമ്പോൾ കൈത്തലം നീട്ടണേ നാഥ. 4-ാം സ്ഥലം. പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നു. ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് ഈശോ പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. പ്രധാന പുരോഹിതന്റെ അടുക്കലേക്ക് പീഡകർ ഈശോയെ കൊണ്ടുപോയി. പത്രോസ് അകലെ കൂടി അവിടുത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ശൈത്യകാലമായതിനാൽ നടുമുറ്റത്ത് തീക്കുണ്ടമൊരുക്കി സേവകർ തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോടൊപ്പം കൂടി. ഗുരുനാഥൻ ദേഹമാസകലം രക്തമണിഞ്ഞ് ഏകനായി നിൽക്കുമ്പോൾ
സുഖം തേടി അലയുന്ന ശിഷ്യപ്രമുഖൻ. ഒരു സ്ത്രീ പത്രോസിനെ തിരിച്ചറിഞ്ഞു. അവൾ പറഞ്ഞു, ഇവനും അവനോടൊപ്പമുണ്ടായിരുന്നു. പത്രോസ് ഉടനെ അത് നിഷേധിച്ചു. ഇല്ല, എനിക്കവനെ അറിയില്ല. കുറെ കഴിഞ്ഞ് വേറൊരാൾ പറഞ്ഞു, നീയും അവരിലൊരാൾ തന്നെ. പത്രോസ് അതും തള്ളിക്കളഞ്ഞു. 1 മണിക്കൂറിന്റെ ഇടവേളയ്ക്കൊടുവിൽ മൂന്നാമതൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, നിശ്ചയമായും ഇവൻ അവനോടൊപ്പമുള്ളവനാണ്, കാരണം ഇവനൊരു ഗലീലിയനാണ്. പത്രോസിന്റെ തിരസ്കാരം പൂർണ്ണമായിരുന്നു. താങ്കൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഉടനെ കോഴി കൂവി. ഈശോ തിരിഞ്ഞ് സ്നേഹാർദ്രതയോടെ പത്രോസിനെ നോക്കി. എല്ലാവരും ഇടറിയാലും ഞാൻ നിന്നോട് ഇടറുകയില്ല. നിന്നോടൊപ്പം മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. പത്രോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ്. നാളെ കോഴി കൂവും മുമ്പ് 3 തവണ നീ എന്നെ തള്ളിപ്പറയും എന്ന ഗുരുവചനമോർത്ത് പത്രോസ് നെഞ്ചു നുറുങ്ങിക്കരഞ്ഞു. ജീവിതാന്ത്യം വരെ പത്രോസിന്റെ കണ്ണുകളിൽ നിന്ന് അനുതാപത്തിന്റെ കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ടിരുന്നു. ആലവിട്ടോടുന്ന കുഞ്ഞാടിന്റെയും വീട് വിട്ടോടുന്ന ധൂർത്തുപുത്രന്റെയും വീണ്ടെടുപ്പിൽ സന്തോഷിക്കുന്ന ഈശോയെ, താൽക്കാലിക സുഖങ്ങളോടുള്ള ആസക്തി ഞങ്ങളുടെയും നിത്യാനുഭവമാണ്. നിന്നെ തള്ളിപ്പറഞ്ഞ ജീവിത സന്ദർഭങ്ങളും നിരവധിയാണ്. പത്രോസിനെ പോലെ നൊന്തുരുകിക്കരഞ്ഞ് മടങ്ങിയെത്തുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മരണത്തിനായി വിധിച്ചു കറയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ. കുറ്റങ്ങൾ നിരയായി ചുമത്തി പരിശുദ്ധനായ നിന്നിൽ കൈവല്യദാതാനിൻ കാരുണ്യം കൈക്കൊണ്ടോർ കഥനത്തിലാഴ്ത്തി നിന്നെ അവസാന വിധിയിൽ നീ അലിവാർന്നു ഞങ്ങൾക്കായി അരുളേണമേ നാഗഭാഗ്യം. അവസാന വിധിയിൽ നീ അലിവാർന്നു ഞങ്ങൾക്കായി അരുളേണമേ നാഗഭാഗ്യം. 5-ാം സ്ഥലം. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. ഈശോമിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദമായി സഹിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മുൾമുടിയേന്തി നാഥൻ നിൽക്കുന്നു പരിഹാസരാജാവേ പോ. പ്രഹരത്താൽ പിടയുമ്പോഴും തേടുന്നു തിരുഹിതം ദൈവപുത്രൻ. കരുണാർദ്രമിഴികളാൽ ആശ്വാസമേകിടാൻ ആരുമില്ലാത്ത നേരം ദേഹിദേഹങ്ങളിൽ വിങ്ങുന്ന നൊമ്പരം ഏകനായി നീ സഹിച്ചു. തിരുച്ചോരത്തുള്ളികളാൽ ഹൃദയം കഴുകിടാൻ കനിവേകിടേണമേ നാഥ. തിരുച്ചോരത്തുള്ളികളാൽ ഹൃദയം കഴുകിടാൻ കനിവേകിടേണമേ നാഥ. ആറാം സ്ഥലം. ഈശോയെ ചമ്മട്ടി കൊണ്ടടിക്കുന്നു, മുൾമുടി ധരിപ്പിക്കുന്നു. ഈശോമിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പീലാത്തോസ് ഈശോയെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ചു. പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവന്റെ തലയിൽ വച്ചു. ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു. റോമൻ ഗവർണറായ പീലാത്തോസിന്റെ ഭവനാങ്കണത്തിൽ ഒരു കുറ്റവാളിയെപ്പോലെ ഈശോ നിൽക്കുന്നു. അതീവ ദുസ്സഹമായ
ചമ്മട്ടിയടി ആരംഭിച്ചു. അവിടുത്തെ ശരീരത്തിൽ പതിക്കുന്ന ഓരോ പ്രഹരവും ഓരോ രക്തച്ചാലുകൾ സൃഷ്ടിച്ചു. വിവരിക്കാൻ പോലുമാകാത്ത അസഹനീയമായ വേദനയുടെ നിമിഷങ്ങളിലൂടെ രക്ഷകൻ കടന്നുപോകുന്നു. ഈശോയുടെ പീഡാനുഭവങ്ങളും മരണവേദനയും കണ്ടാസ്വദിക്കുവാൻ ജനം തിരക്കുകൂട്ടി. ചമ്മട്ടിയടിക്ക് ശേഷം സേവകർ അവനെ മുൾമുടി ധരിപ്പിച്ചു, ചുവന്ന മേലങ്കി അണിയിച്ചു. ആർത്തിരമ്പുന്ന ജനക്കൂട്ടത്തിന്റെയും ഭരണവർഗത്തിന്റെയും മുമ്പിൽ പരിഹാസ രാജാവായി ഈശോയെ നിർത്തിയ ശേഷം സേവകർ നിന്നാസൂചകമായി വിളിച്ചു പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. താബോറിലെ രൂപാന്തരീകരണ വേളയിൽ തേജോമയമായി തീർന്ന തിരുമുഖം പീഡനങ്ങളാൽ വികൃതമാക്കപ്പെട്ടു. ദൈവമഹത്വത്തിന്റെ തേജസ്സായിരുന്ന അവിടുന്ന് മനുഷ്യപാപങ്ങളുടെ അന്ധകാരത്തിലേക്ക് നീക്കി നിർത്തപ്പെട്ടു. ഏശയ്യായുടെ പ്രവചനത്തിലെ സഹനദാസനെ പോലെ അവൻ മർദ്ദനങ്ങൾ എതിർക്കുകയോ അതിൽ നിന്ന് പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും മുഖം തിരിച്ചില്ല. ദൈവത്തിന്റെ മഹത്വവും മനുഷ്യന്റെ സഹനവും ഒരുപോലെ ഈശോയിൽ വെളിപ്പെടുന്നു. സ്രഷ്ടാവായ ദൈവത്തിന്റെ വൈഭവവും സൃഷ്ടിയായ മനുഷ്യന്റെ വിലാപവും അവനിൽ ഒന്നുചേരുന്നു. രക്ഷകനായ ഈശോയെ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരകളിലൂടെ സഞ്ചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങെപ്പോഴും പ്രകാശവും രക്ഷയുമായിരിക്കണമേ. ദുരാരോപണങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വരുമ്പോഴും അങ്ങയുടെ ആലയത്തിൽ അഭയം തേടാനും അങ്ങയുടെ മാധുര്യം ആസ്വദിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശു ചുമന്നിടുന്നു, ലോകത്തിൻ വിനകൾ ചുമന്നിടുന്നു. നീങ്ങുന്നു ദിവ്യനാഥൻ, നിന്ദനം നിറയും നീരത്തിലൂടെ. പുരുഷന്റെ തോളിലേറ്റ പൂന്തേൻ തുളുമ്പുന്ന നാട്ടിൽ ഞാൻ നിങ്ങളെ ആശയോടാനയിച്ചു. എന്തേതം നിങ്ങളെല്ലാം മറന്നെന്റെ ആത്മാവിനാതങ്കമേറ്റി. എന്തേതം നിങ്ങളെല്ലാം മറന്നെന്റെ ആത്മാവിനാതങ്കമേറ്റി. ഏഴാം സ്ഥലം. ഈശോ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായേ,
ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് ഗോൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക. സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു. പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു. മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്കു പറയുവാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശു ചുമന്നു നീങ്ങും നാഥനെ ശിമയോൻ തുണച്ചിടുന്നു. നാഥാ നിൻ കുരിശു താങ്ങാൻ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം. നിൻ കുരിശെത്രയോ ലോലം, നിന്നുകം ആനന്ദദായകം. അഴലിൽ വീണുഴലുന്നോർ കവലംബമേകുന്ന കുരിശേ നമിച്ചിടുന്നു. സുരലോകനാഥാ നിൻ കുരിശൊന്നു താങ്ങുവാൻ തരണേ വരങ്ങൾ നിരന്തം. സുരലോകനാഥാ നിൻ കുരിശൊന്നു താങ്ങുവാൻ തരണേ വരങ്ങൾ നിരന്തം. എട്ടാം സ്ഥലം. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോമിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അവൻ പോകുന്ന വഴി ശിമയോൻ എന്ന ഒരു കീറേനക്കാരനെ കണ്ടുമുട്ടി. ഈശോയുടെ കുരിശ് ചുമക്കുവാൻ അവർ അവനെ നിർബന്ധിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ
ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കെവറീൻകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോപ്പസിന്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു. എന്നാൽ എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ശിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഓർശ്ലേമിൻ പുത്രിമാരേ, നിങ്ങളിന്നെന്നെ ഓർത്തെന്തിനേവം കരയുന്നു? നിങ്ങളെയും സുതരെയും ഓർത്തോർത്തു കേളുകൊള്ളുവിൻ. ഒൻപതാം സ്ഥലം. ഈശോ ജെറുസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോമിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. ഓർശ്ലത്തിന്റെ തെരുവുകൾ ശബ്ദായമാനമായി. പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈത്തിൻ കൊമ്പുകളും ജൈവിളികളും. അവർ കണ്ണീർ വാർത്ത് കരഞ്ഞു. അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും
നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർസ്ലം ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സങ്കേതമായ കർത്താവേ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൽ കീടത്തിയിടുന്നു നാഥന്റെ കൈകാൽ തറച്ചിടുന്നു. മർത്യനു രക്ഷ നൽകാനെത്തിയ ദിവ്യമാം കൈകാലുകൾ. കനിവറ്റ വൈരികൾ ചേർന്നു തുളച്ചെന്റെ കൈകളും കാലുകളും. പെരുകുന്നു വേദന, ഉരുകുന്നു ചേതന, നിലയറ്റ നീർക്കയം. മരണം പരത്തിയോരിരുളിൽ കുടുങ്ങി ഞാൻ, ഭയമെന്നെയൊന്നായി വിഴുങ്ങി. മരണം പരത്തിയോരിരുളിൽ കുടുങ്ങി ഞാൻ, ഭയമെന്നെയൊന്നായി വിഴുങ്ങി. 10-ാം സ്ഥലം. ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അവിടെ അവർ അവനെ ക്രൂശിച്ചു, അവനോടൊപ്പം മറ്റു 2 പേരെയും, ഈശോയെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായും. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവേ, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു. യജമാനനേക്കാൾ വലിയ വൃദ്ധനില്ലെന്ന് അങ്ങരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ
ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോട് കൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൽ മൂന്നാണികളിൽ രക്ഷകൻ നിർദ്ദയം ബന്ധിതനാ. ഗാഗുൽത്താ പോലും കേണു, മരണത്തിൻ നിഴലെങ്ങും വീശിടുമ്പോൾ. പതിനൊന്നാം സ്ഥലം. ഈശോ നല്ല കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്യുന്നു. ഈശോമിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. ആത്മാർപ്പണത്തിന്റെ അന്ത്യനിമിഷങ്ങൾ ഇതാ സമാഗതമായി. രക്ഷകൻ ഹോമദ്രവ്യമായി അർപ്പിക്കപ്പെടുന്ന രക്ഷാകര സമയം. രണ്ട് കള്ളന്മാരുടെ നടുവിലാണ് ഈശോയെ അവർ കുരിശിൽ തറച്ചത്. അവിടുത്തെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. പ്രാണവേദനയാൽ തളർന്ന് മരണത്തിന്റെ കവാടത്തിലേക്ക് അടുക്കുന്ന നേരത്തും സ്നേഹത്തിന്റെ കിരണങ്ങൾ പ്രസരിപ്പിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. ഈശോയെ, അങ്ങ് സ്വർഗരാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച നല്ല കള്ളനോട് ഈശോ പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. പൂർണ്ണ മനസ്താപത്തോടെ പാപപ്പൊറുതി യാചിച്ചപ്പോൾ ദൈവിക കരുണയുടെ സമൃദ്ധിയാണ് അവന് തിരികെ ലഭിക്കുന്നത്. സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഈ ജീവിത തീർത്ഥാടനത്തിൽ മുഴുഹൃദയത്തോടെയുള്ള മാനസാന്തരവും അനുതാപവും നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷയും അഭയകേന്ദ്രവുമായ ഈശോയെ, മനുഷ്യ മക്കളുടെ വീണ്ടെടുപ്പിനു വേണ്ടിയാണല്ലോ അങ്ങ് സ്വമനസാലെ കുരിശുമരണം വരിച്ചത്. പാപി തന്റെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ്
ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന, അങ്ങേക്ക് ഹിതകരമായ ജീവിതം നയിക്കാനും ജീവിതാന്ത്യത്തിൽ അങ്ങയോടൊപ്പം പറുദീസാ ഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൽ കിടന്നോ ജീവൻ പിരിയുന്നു ഭുവനൈകനാഥനീശോ. സൂര്യൻ മറഞ്ഞിരുണ്ടു, നാടെങ്ങും അന്ധകാരം നിറഞ്ഞു. നരികൾ കുറങ്ങുവാനളയുണ്ടു, പറവയ്ക്കു കൂടുണ്ടു പാർക്കുവാൻ. നരപുത്രനൂഴിയിൽ തലയൊന്നു ചായ്ക്കുവാൻ ഇടമില്ലോരേടവും. പുൽക്കൂടു തൊട്ടങ്ങി പുൽകുന്ന ദാരിദ്ര്യം കുരിശോളം കൂട്ടായി വന്നു. പുൽക്കൂടു തൊട്ടങ്ങി പുൽകുന്ന ദാരിദ്ര്യം കുരിശോളം കൂട്ടായി വന്നു. 12-ാം സ്ഥലം. ഈശോ കുരിശിൽ മരിക്കുന്നു. ഈശോമിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്നമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എന്റെ പിതാവേ, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല നടുവെ കീറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദിസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എന്റെ ബലിയും
ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആരുമസൂതന്റെ മേനി മാതാവു മടിയിൽ കിടത്തിയിടുന്നു. അലയാഴി പോലെ നാഥേ, നിൻ ദുഃഖമതിരു കാണാത്തതല്ലോ. പെരുകുന്ന സന്താപമുനയേറ്റഹോ നിന്റെ ഹൃദയം പിളർന്നുവല്ലോ. ആരാരുമില്ലാതില്ലാശ്വാസമേകുവാൻ ആകുലനായികേ. മുറ്റുന്ന ദുഃഖത്തിൽ ചുറ്റും തിരിഞ്ഞു ഞാൻ, കിട്ടിയിലൊരാശ്വാസമെങ്ങും. മുറ്റുന്ന ദുഃഖത്തിൽ ചുറ്റും തിരിഞ്ഞു ഞാൻ, കിട്ടിയിലൊരാശ്വാസമെങ്ങും. 13-ാം സ്ഥലം. ഈശോയെ കുരിശിൽ നിന്ന് താഴെ ഇറക്കുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അരിമത്തിയാക്കാരൻ ജോസഫ് ഈശോയുടെ ശരീരം എടുത്തുമാറ്റാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പിലാത്തോസ് അനുവാദം നൽകി. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്തെന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴെ ഇറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കണങ്കാലുകൾ തകർത്തു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂഖമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും?
ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാഥന്റെ ദിവ്യദേഹം വിധി പോലെ സംസ്കരിച്ചിടുന്നീതാ. വിജയം വിരിഞ്ഞു പൊങ്ങും ജീവന്റെ ഉറവയാണ കുടീരം. മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞൊരു യൗനാൻ പ്രവാചകൻ പോ ക്ലേശങ്ങളെല്ലാം പിന്നിട്ടു നാഥൻ മൂന്നാം ദിനമുയർക്കും. പ്രഭയോടുയിർത്തങ്ങി വരവേൽപ്പിനെത്തിടാൻ വരമേകണേ ലോകനാഥ. പ്രഭയോടുയിർത്തങ്ങി വരവേൽപ്പിനെത്തിടാൻ വരമേകണേ ലോകനാഥ. 14-ാം സ്ഥലം. ഈശോയെ കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. യഹൂദരുടെ ഒരുക്കത്തിന്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അനന്തരം പിലാത്തോസിന്റെ അനുവാദത്തോടെ റാംസാക്കാരനായ യൗസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തലോളം സുഗന്ധക്കൂട്ടുമായി നിക്കോദെമൂസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചിടത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബദം ആരംഭിച്ചിരുന്നതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങ് എന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോട് കൂടെ മരിക്കുന്നവർ അങ്ങയോട് കൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോട് കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പുലർവട്ടം വീഴും മുമ്പേ കല്ലറയിൽ മഗ്ദലനാം മറിയം ചെന്നു. അത്ഭുതമേ കല്ലറ ശൂന്യം, ദൂതന്മാർ അറിയിച്ചു തിരുവുദ്ധാനം. ജീവിച്ചിരിപ്പവനെ മൃതരായവർക്കിടയിൽ തേടുന്നതെന്തു നിങ്ങൾ? തിരുമൊഴി നിറവേറാൻ മരണത്തെ വെന്നവൻ ഉത്ഥാന ശോഭ പൂണ്ടു. സഹന കൊടുങ്കാറ്റിൽ വിശ്വാസമണയാതെ ഉദ്ധിതൻ പ്രത്യാശയേകും. സഹന കൊടുങ്കാറ്റിൽ വിശ്വാസമണയാതെ ഉദ്ധിതൻ പ്രത്യാശയേകും. 15-ാം സ്ഥലം. ശൂന്യമായ കല്ലറ. ഈശോമിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയുടെ തിരുശരീരം കല്ലറയിൽ അടക്കം ചെയ്തതിന്റെ പിറ്റേന്ന് പുലർച്ചെ ഇരുൾ നീങ്ങി പ്രഭാതം വിടരുന്നതിന് മുമ്പ് തന്നെ മഗ്ദലന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയും സുഗന്ധദ്രവ്യങ്ങളുമായി ഈശോയുടെ ശവകുടീരത്തിന് സമീപമെത്തി. അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കല്ലറയുടെ കവാടം അടച്ചിരുന്ന കല്ല് ആരോ ഉരുട്ടി മാറ്റിയിരിക്കുന്നു. കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ അതാ വലതുഭാഗത്ത് വെള്ള വസ്ത്രം ധരിച്ച ഒരു യുവാവ്. അവൻ പറഞ്ഞു, നിങ്ങൾ വിസ്മയിക്കേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ ഈശോ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിതീവ്രമായ ആത്മവ്യതയോടെ മറിയം തിരികെ ഓടി. കണ്ട കാര്യങ്ങളെല്ലാം അവർ പത്രോസിനെ അറിയിച്ചു. പത്രോസ് ഓടിയെത്തി കല്ലറയിൽ പ്രവേശിച്ചു. അവിടെ ദിവ്യനാഥന്റെ മൃതദേഹമില്ല. പകരം കച്ചയും ഈശോയുടെ തലയിൽ കെട്ടിയിരുന്ന തൂവാലയും മാത്രം. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന തിരുവെഴുത്ത് അവർ വിശ്വസിച്ചു. ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരന്റെ പീഡാസഹനങ്ങളും മരണവും ഉത്ഥാനവുമാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. മിശിഹ ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്ന പൗലോസ്ലീഹായുടെ പ്രബോധനം ഞങ്ങൾ ഓർമ്മിക്കുന്നു. മനസ്സിലാക്കാനാവാത്ത ജീവിത തകർച്ചകളുടെ മുമ്പിലും പരിഹരിക്കാനാവാത്ത പ്രതിസന്ധികളുടെ മുൻപിലും സമാധാനം കെടുത്തുന്ന
രോഗപീഠകളുടെ മുൻപിലും കരകയറാനാവാത്ത കടക്കെണികളുടെ മുമ്പിലും അടക്കാനാവാത്ത ജഡികേച്ഛകളുടെ മുമ്പിലും തളരാതെ ഉയർത്തെണീറ്റ കർത്താവ് നൽകുന്ന പ്രത്യാശയുടെ വെളിച്ചം ഉൾക്കൊണ്ട് കരുത്തോടെ മുന്നേറാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സ്വർഗവാതിൽ തുറന്നു, മിശിഹാവിൻ ലോകത്തേക്കാരോഹിതനായി. വെണ്മേഘശകലങ്ങളാൽ തിരുരൂപം കണ്ണുകളിൽ മങ്ങി മാഞ്ഞു. സർവ്വലോകങ്ങളിലും സദ്വാർത്തയറിയിച്ച് മാമോദീസ നൽകണം. ചുടുചോര ചിന്തിയും സാക്ഷ്യം വഹിച്ചിടാൻ റൂഹാബലം പകരും. അന്തിമ വിധി നാളിൽ അവനണയും വരെയും ഇതു തന്നെ ജീവന്റെ വചനം. അന്തിമ വിധി നാളിൽ അവനണയും വരെയും ഇതു തന്നെ ജീവന്റെ വചനം. 16-ാം സ്ഥലം. സ്വർഗാരോഹണം. ഈശോമിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പുനരുത്ഥാനത്തിന് ശേഷം സ്വർഗത്തിൽ പിതാവിന്റെ പക്കലേക്ക് ആരോഹണം ചെയ്യേണ്ട സമയമായി എന്ന് ഈശോ തിരിച്ചറിഞ്ഞു. അതിനു മുൻപ് 40 ദിവസങ്ങളോളം അവിടുന്ന് പലയിടങ്ങളിൽ ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. മരണത്തിന്റെ നിഴലിലും ഭീതിയിലും കഴിഞ്ഞിരുന്നവർക്ക് പ്രത്യാശയുടെ സുവിശേഷമായിരുന്നു ഈശോയുടെ പ്രത്യക്ഷപ്പെടലുകളെല്ലാം. പിതൃസന്നിധിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് തൊട്ടുമുൻപ് അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, പിതാവിന്റെ വാഗ്ദാനം പ്രാപിക്കുന്നതുവരെ നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. ആത്മാവിനാൽ സ്നാനമേറ്റ് കഴിയുമ്പോൾ ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഇതിനുശേഷം ശിഷ്യന്മാർ നോക്കി നിൽക്കെ ഈശോ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. ലോകാതിർത്തികളോളം ദൈവരാജ്യം പ്രസംഗിച്ച് സഭയെ പടുത്തുയർത്താൻ ആഹ്വാനം ചെയ്ത കർത്താവേ, സമ്പൂർണമായ ജീവിത സമർപ്പണത്തിലൂടെയും മാതൃകായോഗ്യമായ സാക്ഷ്യത്തിലൂടെയും ദൈവരാജ്യ നിർമ്മിതിക്കായി വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ലോകത്തിലാഞ്ഞു വീശി സത്യമാം നാഗത്തിൻ ദിവ്യകാന്തി, സ്നേഹം തിരഞ്ഞിറങ്ങി പാവന സ്നേഹപ്രകാശതാരം. ചുമർത്തിയനാ സ്നേഹത്തിടമ്പിനെ നിർദ്ദയം ക്രൂശിലേറ്റി. നന്ദിയില്ലാത്തവർ, ചിന്തയില്ലാത്തവർ നാഥാ പൊറുക്കേണമേ. നിൻ പീഡയോർത്തോർത്തു കണ്ണീരൊഴുക്കുവാൻ നൽകേണമേ നിൻ വരങ്ങൾ. നിൻ പീഡയോർത്തോർത്തു കണ്ണീരൊഴുക്കുവാൻ നൽകേണമേ നിൻ വരങ്ങൾ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെയോർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.